നടിയാക്രമണ കേസിലെ വിധിപ്പകർപ്പ് പുറത്തു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും അതിനുള്ളിലുണ്ട്. അതായത് അതിജീവിതയുടെ മൊഴി, കോടതി അതിൽ സംശയം പ്രകടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, അതോടൊപ്പം നടൻ ദിലീപിന് എന്തുകൊണ്ടായിരുന്നു അതിജീവിതയുടെ ശത്രുത ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ട വിവരങ്ങളിൽ മഞ്ജു വാര്യരുടെ മൊഴിയിലുൾപ്പെടെ കോടതി ചില അവിശ്വാസം പ്രകടിപ്പിച്ച കാര്യമുണ്ട്. ഇതിപ്പോൾ അതിജീവിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രഞ്ജിത്ത് രാമചന്ദ്രനിലേക്ക് കൂടി. രഞ്ജിത്ത്, ഇവിടെ ഈ അതിജീവിത മുഖ്യശത്രു ദിലീപാണെന്ന് കോടതിയിൽ പറയുന്നു. അതുകൊണ്ടാണ് തന്നെ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഓരോന്നും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പക്ഷെ അത് കോടതിക്ക് അത്ര വിശ്വാസയോഗ്യമായി കോടതി കണ്ടില്ല. മാത്രമല്ല, ദിലീപിനെ പൂട്ടണമെന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, അത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം അതിന് പിന്നിൽ ദിലീപ് തന്നെ എന്നാണ്. പക്ഷേ ഇക്കാര്യങ്ങളിലും കോടതി ഒരു പൂർണ്ണമായും ആ വാദത്തെ വിശ്വാസത്തിലെടുത്തില്ലെന്നാണോ മനസ്സിലാക്കേണ്ടത്? കാരണം ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നൊരു ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ കോടതി. നമുക്ക് അതിജീവിതയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് തന്നെ വരാം ടോം. ആദ്യം കാരണം 2017 ജൂൺ മാസം 6-ാം തീയതിയാണ് അതിജീവിതയുടെ മൊഴി കോടതി രേഖപ്പെടുത്തുന്നത്. കോടതി അത് കൃത്യമായി പറയുന്നുണ്ട്. അന്ന് അവർ വലിയ മാനസികമായും ശാരീരികമായും വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് വളരെ സമാധാനത്തോടെ സാവധാനമാണ് അവരുടെ മൊഴി കേട്ടത്. ആദ്യം മുതൽ തന്നെ അതിജീവിത പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്റെ മുഖ്യ ശത്രു, തന്റെ ഒരേ ഒരു ശത്രു ദിലീപാണ് എന്നാണ്. കാരണം ദിലീപ് മറ്റൊരു ശത്രു തനിക്കില്ല. സിനിമാ രംഗത്തായാലും പുറത്തായാലും തനിക്ക് മറ്റൊരു ശത്രുവില്ല. ഒരേ ഒരു ശത്രു ദിലീപാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. ദിലീപ് ഈ സംഭവം കുറ്റകൃത്യം നടന്ന ആ ദിവസം തന്നെ തനിക്ക് വ്യക്തമായിരുന്നു ദിലീപാണ് ഇതിന് പിന്നിൽ. ഇത് തന്റെ സഹോദരനോട് താൻ പങ്കുവെക്കുകയും മറ്റും ചെയ്തു. അത് സഹോദരൻ അത് മനസ്സിലാക്കുകയും ആ തരത്തിൽ മറ്റു ചില ആൾക്കാരോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയും മറ്റും ചെയ്തു എന്ന് വളരെ കൃത്യമായി തന്നെ അതിജീവിത മൊഴി കൊടുത്തിട്ടുണ്ട്. മൊഴിയുമായി ബന്ധപ്പെട്ട നമുക്കറിയാം, ഏതാണ്ട് 1870 പേജുള്ള ഒരു മൊഴി ആണ് ഇത്. ഇതിൽ ഏതാണ്ട് 271-ാമത്തെ പേജ് മുതലാണ് ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മൊഴിയുമായി ബന്ധപ്പെട്ട കാര്യം പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നമുക്കത് പറയുന്നതിനകത്ത് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ തുടർന്നാണ് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താന് 8ഓളം സിനിമകളിൽ താന് ദിലീപിന്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. ആ പല സിനിമകളും സൂപ്പർ ഹിറ്റായിട്ടുള്ള സിനിമകൾ തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടക്കം മുതൽ തന്നെ, സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ കാവ്യ മാധവനും ദിലീപുമായുള്ള ബന്ധം സിനിമ ഇൻഡസ്ട്രിയിലുള്ള തനിക്കറിയാമായിരുന്നു. ഒപ്പം സിനിമ ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആളുകൾക്കും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് അതിജീവിത മൊഴി നൽകിയിരിക്കുന്നത്. അത് കോടതി പിന്നീട് ക്രോസ് വിസ്താരത്തിലൊക്കെ രാമൻപിള്ള അത് കൃത്യമായി ചോദിക്കുന്നതും മറ്റും ഉണ്ടായിരുന്നു എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന് എന്ന് പറയുന്നത്, പിന്നീടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ തന്നെ സമീപിക്കുകയും ഇത്തരം ചില കാര്യങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ, എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തതയുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിനു മുൻപ് 2010 നടന്ന ഒരു സ്റ്റേജ് ഷോയിൽ, അത് അമേരിക്കയിൽ നടന്ന ഒരു സ്റ്റേജ് ഷോയാണ്. ആ സ്റ്റേജ് ഷോയിൽ പങ്കെടുത്ത ആളുകളിൽ പ്രധാനികൾ കാവ്യ മാധവൻ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, കാവ്യയുടെ അമ്മയുണ്ടായിരുന്നു, റിമി ടോമി അതിൽ പങ്കെടുത്തിരുന്നു, ഒപ്പം നാദിർ ഷാ ഉണ്ടായിരുന്നു, ദിലീപ് ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ഈ റിമി ടോമിയും താനും ഒക്കെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന സമയമാണ്. ആ സമയത്ത് ദിലീപും കാവ്യ മാധവനും പലപ്പോഴും റൂമിലേക്ക് വരുമ്പോൾ റിമി ആദ്യം എഴുന്നേറ്റ് പോകും. അതിനുശേഷം താനും എഴുന്നേറ്റ് പോകേണ്ട ഒരു സാഹചര്യം. കാരണം അവർക്കൊരു പ്രൈവസി വേണമെന്ന തരത്തിൽ പലരും പെരുമാറുന്ന തരത്തിലുണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ സിനിമ ഇൻഡസ്ട്രിയിൽ ഉള്ളവർക്കും ഒപ്പം തനിക്കും ഉണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ എന്ന് പറയുന്നു. അതിനുശേഷമാണ് മഞ്ജു വാര്യർ വന്ന് സമീപിക്കുകയും മെസ്സേജുകൾ കാണിച്ചു കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്. ഇത്തരം ചില മെസ്സേജുകളുണ്ട്. അത് രണ്ടുപേരുടെ ഇന്റിമസി സംബന്ധിച്ചുള്ള ചില തെളിവുകളാണ്. അത് മഞ്ജു വാര്യർക്കൊപ്പം ഉണ്ടായിരുന്ന ആള് ഗീത മോഹൻദാസും ഒപ്പം സംയുക്ത വർമ്മയുമാണ്. അപ്പോ ഈ മെസ്സേജുകളെ സംബന്ധിച്ച് ചോദിക്കുന്നു. ആദ്യഘട്ടത്തിൽ താൻ മറുപടി പറയാനായി മടിക്കുന്നു, കാരണം ഒരു പ്രൈവറ്റ് വിഷയമാണല്ലോ. പിന്നീട് തന്റെ പിതാവ് നിർബന്ധിച്ചത് പ്രകാരം കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു വാര്യരെ ബോധിപ്പിക്കുന്നു എന്ന് നടി മൊഴി നൽകുകയാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴിയായി കോടതിയിൽ അവർ രേഖപ്പെടുത്തിയത്. അതിനുശേഷം പിന്നീട് നടന്ന ഒരു ട്രിപ്പുണ്ട്, ഒരു യൂറോപ്യൻ ട്രിപ്പുണ്ട്. ദിലീപ് ഷോ എന്ന് പറഞ്ഞ യൂറോപ്യൻ ട്രിപ്പാണ്. ആ ട്രിപ്പിൽ വെച്ച്
ദിലീപ് ഒരു ബസ് യാത്രക്കിടയിൽ തന്നോട് ഈ കാര്യം ചോദിക്കുന്നുണ്ട്. ചോദിച്ചു കഴിയുമ്പോൾ അതായത് മഞ്ജു വാര്യരുമായി ഇത്തരം കാര്യങ്ങൾ പങ്കുവെച്ചോ എന്ന് ചോദിക്കുന്നു. അത് കൃത്യമായി തന്നെ അക്കാര്യം ചോദിച്ച് പിന്നീട് അത് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി താൻ മാറിയ ഒരു പശ്ചാത്തലം കൂടി നടി വിവരിക്കുന്നുണ്ട്. അതിനുശേഷം ഭീഷണിയായിരുന്നു, സിനിമകളിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വരുന്ന ഒരു സാഹചര്യമുണ്ടായി. പല സിനിമകളിൽ നിന്ന് പുറത്തായി. ദിലീപുമായി ബന്ധപ്പെട്ട പല പ്രൊഡ്യൂസർമാരുടെയും സിനിമകളിൽ നിന്ന് ഒഴിവാക്കുന്ന പശ്ചാത്തലമുണ്ടായി. ശ്യാമപ്രസാദിന്റെ ഒരു സിനിമയിൽ നിന്ന് തന്നെ കരാർ ചെയ്തിട്ട് പിന്നീട് പ്രൊഡ്യൂസർ വിളിച്ചിട്ട് തനിക്ക് ഒരുപാട് ശത്രുക്കൾ ഇൻഡസ്ട്രിയിലുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ പിന്നീട് അഭിമുഖീകരിക്കേണ്ടി വന്നു എന്ന് നടി മൊഴിയായി നൽകുന്നുണ്ട്. ടോം, വ്യക്തമാണ്. രഞ്ജിത്ത് രാമചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ദിലീപാണ് തനിക്കുള്ള ഏക ശത്രു, മുഖ്യ ശത്രു. അതായത് സിനിമയ്ക്കും പുറത്തും മറ്റു ശത്രുക്കളില്ല എന്നായിരുന്നു അതിജീവിത വിചാരണയ്ക്കിടെ കോടതിയിൽ നൽകിയ മൊഴി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.